അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ശരീരവും ആത്മാവും സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന്റെ ആത്മാവിന് ഏറ്റവും വലിയ സമാധാനം ലഭിക്കുന്നത് ആത്മാവിന്റെ സൃഷ്ടിപ്പ് നടത്തിയ അല്ലാഹുവുമായി ബന്ധപ്പെടുമ്പോഴാണ്. യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. ആത്മാവിനെ സംബന്ധിച്ച് അവർ ചോദിക്കുന്നു, നബിയെ അങ്ങയോട് അവരോട് പറഞ്ഞു കൊടുക്കുക, ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, റൂഹ് എന്റെ റബ്ബിന്റെ സവിശേഷമായ ഒരു സൃഷ്ടിയാണ്. തിന്മകൾ അള്ളാഹുവിൽ നിന്ന് മനുഷ്യനെ അകറ്റുകയും നന്മകൾ അള്ളാഹുവിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു എന്ന പരമമായ ഒരു സത്യം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. കർമ്മങ്ങളുടെ സ്വീകാര്യതയെ സംബന്ധിച്ചും പാപങ്ങളിൽ നിന്ന് താളം തെറ്റിയ ജീവിത ചുറ്റുപാടുകളിൽ നിന്ന് പശ്ചാത്താപത്തിന്റെ വഴിയിലേക്ക് സമാധാനത്തിന്റെ ശാന്തിയുടെ തീരത്തേക്ക് നമുക്ക് അണയണം. മനുഷ്യലോകം ഇന്ന് ആത്മീയത നഷ്ടപ്പെടുത്തി ശാരീരിക ആവശ്യങ്ങൾക്ക് പിന്നാലെ ഹുബ്ബു ഷഹവാത്ത് എന്ന് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ കിതാബുകളിൽ പറയുന്ന ഒരു ഇസ്തിലാഹുണ്ട്. മനുഷ്യന്റെ ഇന്നത്തെ ജീവിതം അങ്ങനെ മാറിക്കഴിഞ്ഞുവോ എന്ന് നമ്മൾ പേടിക്കുകയാണ്. ഹമ്മുഹും അൽ ബത്നു വൽ ഫർജ്. മനുഷ്യനാകെ ചിന്തിക്കുന്ന രണ്ട് കാര്യം. ഒന്നെങ്ങനെ വയറ് നിറക്കണമെന്ന്, ഏറ്റവും രുചികരമായ ഭക്ഷണം എങ്ങനെ കഴിക്കണമെന്ന്, മറ്റേത് അൽ ഫർജ്, മനുഷ്യന്റെ ലൈംഗികത എങ്ങനെ ശമിപ്പിക്കണം എന്ന്. ഈ രണ്ട് വിഷയങ്ങളിലേക്ക് മനുഷ്യരുടെ ചിന്തകൾ ഒതുങ്ങിക്കൂടുന്ന കാലം ഈ പ്രപഞ്ചത്തിന്റെ നാശത്തോടടുത്ത കാലങ്ങളിലുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് ഇവിടെ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന മഹാനായ തങ്ങളുപ്പാപ്പ അവറുകൾ മുഹമ്മദ് ഹനീഫ് വലിയുല്ലാഹി തങ്ങളുപ്പാപ്പ എന്നറിയപ്പെടുന്ന മഹാനുഭാവൻ, ഒരുപാട് ആളുകൾക്ക് ജീവിതത്തിലെ മഹാത്ഭുതങ്ങൾ കണ്ട് ആത്മീയമായ നിർവൃതി കൊണ്ട് സായുജ്യമടയാൻ കഴിയുന്ന ഒരു ആത്മീയ സാന്നിധ്യമാണ് നമുക്കിവിടെ അറിയാൻ കഴിയുന്നത്. ഔലിയാക്കന്മാർക്ക് എങ്ങനെ ഇത് സാധിച്ചു എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അവരുടെ സന്നിധാനങ്ങളിൽ എങ്ങനെ സമാധാനമുണ്ടാകുന്നു, അവരുടെ അരികത്ത് വന്ന് തവസ്സുൽ ചെയ്ത് ദുആ ചെയ്യുമ്പോ എന്തുകൊണ്ട് അല്ലാഹു അതിന് ഉത്തരം നൽകുന്നു, എന്തുകൊണ്ട് അവരുടെ സാന്നിധ്യങ്ങളിൽ മഹാത്ഭുതങ്ങൾ സംഭവിക്കുന്നു, എന്തുകൊണ്ട് എങ്ങനെ അവരിത് കരഗതമാക്കി എന്ന് ചോദിച്ചാൽ ഫഫിറു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ ഓടുക എന്ന വിശുദ്ധ ഖുർആനിന്റെ ആ ഒരു ആശയം ജീവിതത്തിലേക്ക് കൈക്കൊണ്ടതിന്റെ ഫലമാണത്. അവർ അല്ലാഹുവിലേക്ക് ചെന്നപ്പോ അല്ലാഹു തആല സർവ്വലോകത്തെയും അവരിലേക്ക് ആകർഷിപ്പിക്കുകയായിരുന്നു. ഭൂമിയിൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന റിളാ, ജനങ്ങളാവട്ടെ, സഹജീവികളാകട്ടെ, പണ്ഡിതന്മാരാവട്ടെ, മുതഅല്ലിമീങ്ങളാവട്ടെ, സാധാരണക്കാരാവട്ടെ, ഏത് ജാതിയോ ഏത് മതമോ ആകട്ടെ, ഒരു സമൂഹത്തിൽ ഒരാൾക്ക് അല്ലാഹു നൽകുന്ന സ്വീകാര്യത ആലമുൽ മലക്കൂത്തിൽ അല്ലാഹുവും അവന്റെ മലക്കുകളും ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാണ്. ഒരുപാട് സയ്യിദന്മാരും മഹത്തുക്കളും അന്ത്യവിഷമം കൊള്ളുന്ന പരിസരമാണ് കാസർഗോഡിന്റെ ഈ പരിസര ഭാഗങ്ങൾ. മഹാനായ മാലിക് ദീനാർ തങ്ങൾ വളരെ വിദൂരമല്ലാത്ത ഒരു സ്ഥലത്ത് തളങ്കരയിൽ അന്ത്യവിഷമം കൊള്ളുകയാണ്. ഇൽമിന്റെ പ്രഭയുമായി വന്ന, ഹിദായത്തിന്റെ വെളിച്ചവുമായി വന്ന മഹാമനുഷ്യർ, മഹാത്മാക്കളായ ഔലിയാക്കള്, നബിതങ്ങളുടെ അനുയായികൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരുടെ പിന്മുറക്കാരും ഇന്നും നമ്മുടെ പരിസരങ്ങളിൽ ധാരാളമാണ്. കാസർഗോഡ് അറിയപ്പെടുന്നത് തന്നെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ജില്ല എന്ന ഒരു അപരനാമം പണ്ഡിതന്മാർക്കിടയിലെങ്കിലും വളരെ പ്രചാരത്തിലുള്ള ഒരു പദപ്രയോഗമാണ്. എന്തെല്ലാം അതിനിടയിലുള്ള കുരുത്തക്കേടുകളൊക്കെ കുറച്ചൊക്കെ അതില്ലാത്ത നാടുകളില്ല. അതിന്റെയൊക്കെ ചില അലയൊലികൾ ഒരുപക്ഷെ നമ്മുടെ പരിസരങ്ങളിലും ഉണ്ടായെന്നു വരാം. എന്നാൽ തന്നെയും
ദീനിന്റെ ഒരു വിഷയത്തിൽ ഹമിയത്തുദ്ദീൻ, ദീനിന്റെ വിഷയത്തിൽ ഒരു ആവേശമുള്ള ഒരു സാഹചര്യം നമ്മുടെ കാസർഗോഡ് ഭാഗങ്ങളിലുണ്ട്. ഇന്നും ആത്മീയത സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തുക്കളുടെ സാന്നിധ്യം ഈ കാസർഗോഡിന്റെ പ്രത്യേകതയാണ്. പാണക്കാട് കുടുംബത്തിലെ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ എന്നൊരു മഹാത്മാവ്, മഹാനുഭാവൻ ഉദ്ഘാടനം ചെയ്തൊരു പരിപാടിയാണിത്. മലബാറിന്റെ, ഈ വടക്കേ മലബാറിന്റെ പാണക്കാട് എന്നറിയപ്പെടുന്ന മഹാന്മാരായ സയ്യിദ് കുമ്പോൽ സയ്യിദന്മാർ, കാസർഗോഡിന്റെ ഒരു സ്വകാര്യ അഭിമാനമല്ലയോ അത്? എത്ര വലിയ സൗഭാഗ്യമാണത്. കുമ്പോൽ സയ്യിദ് ആറ്റക്കോയ തങ്ങളവറുകൾ, അള്ളാഹു ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ. സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങളവറുകൾ ആയിരക്കണക്കിന് കറാമത്തുകളും അത്ഭുതങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുന്ന മഹാൻ. അള്ളാഹു മഹാനുഭാവന് സവിശേഷമായ ആരോഗ്യവും ആയുസ്സും ആഫിയത്തും തഖ്വയും സലാമത്തും അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവരുടെ അനിയൻ മഹാനായ സയ്യിദ് അലി തങ്ങളവറുകൾ, കുമ്പോൽ സയ്യിദ് അലി തങ്ങളവറുകൾ, മഹാനായ തങ്ങളവറുകളുടെ ദീനിന് വേണ്ടിയുള്ള സേവനവും തങ്ങളുടെ അധ്വാനവും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആരോഗ്യവും ആഫിയത്തും അള്ളാഹു കൊടുക്കട്ടെ. മഹാനായ സയ്യിദ് ജാഫർ തങ്ങളവറുകൾ, ഇവരെല്ലാം കാസർഗോഡ് ജില്ലയുടെ ഭാഗ്യമല്ലേ? അങ്ങനെ ഒരു ആത്മീയ തണൽ ലഭിച്ചത് ഈ നാട്ടുകാർ ചെയ്ത എന്തോ ഒരു വലിയ പുണ്യത്തിന്റെ ഫലമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വാക്കിന് അഥറുള്ള, പറഞ്ഞാൽ പറഞ്ഞതുപോലെ സംഭവിക്കുന്ന, നബുവത്തിന്റെ ചോര ശരീരത്തിലൂടെ ഒഴുകുന്ന മഹത്തുക്കൾ ഈ മണ്ണിന് അല്ലാഹു നൽകിയത് ഒരുപക്ഷെ മുറ്റത്ത് മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ നിസ്സാരമായി കാണരുത്. ആ മഹത്തുക്കളിൽ അല്ലാഹു നൽകിയ വലിയ ആദരവും സവിശേഷതയും അവർ അല്ലാഹുവിനോട് അടുത്തവരാണ് എന്നതിന്റെ അടയാളമാണ്. അതുപോലെ നമുക്കുമാവണം. നമുക്കും അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയണം. അല്ലാഹു നൽകുന്ന സവിശേഷമായ കഴിവുകൾ എല്ലാവർക്കും അല്ലാഹു നൽകിക്കൊള്ളണമെന്നില്ല. ذَلِكَ فَضْلُ اللَّهِ يُؤْتِيهِ مَن يَشَاءُ. സ്വഹാബികളിൽ കറാമത്തുകൾ ഉണ്ടായ ഒരുപാട് സ്വഹാബിമാരുണ്ട്, കറാമത്തുകൾ ഇല്ലാത്തവരുണ്ട്. അതുകൊണ്ടാണ് ഉലമാ പറയുന്നത്, ഒരു വലിയന്റെ ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറയുന്നത് ദീനുഹു. ഏതൊരു ആലിമിന്റെയും, ഏതൊരു പണ്ഡിതന്റെയും, ഏതൊരു മഹാമനുഷ്യന്റെയും ഏറ്റവും വലിയ കറാമത്ത് ദീനുഹു. ആ മനുഷ്യൻ എത്രത്തോളം അള്ളാഹുവിന്റെ ദീൻ കൊണ്ട് നടക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ കറാമത്ത്. അതാണ്. പിന്നെ അതിന് ശേഷം വരുന്ന അള്ളാഹു നൽകുന്ന സവിശേഷതകളാണ് അത്ഭുതങ്ങളും സംഭവങ്ങൾ സംഭവിക്കുന്നത്. ഇതെല്ലാം അള്ളാഹുവിന്റെ ആത്മീയ തീരത്തേക്ക് മനുഷ്യൻ അടുക്കുമ്പോൾ അള്ളാഹു നൽകുന്ന പ്രത്യേകതകളാണ്. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.